നമസ്കാരം. കേരളത്തിൻ്റെ ഭാവി വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നു. തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ എത്തി. വാട്ടർ സല്യൂട്ടോടെ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ സാൻ ഫെർണാൻഡോ എന്ന കപ്പലിനെ സ്വീകരിച്ചു. കണ്ടെയ്നറുകളുമായിട്ടാണ് കപ്പൽ എത്തിയത്. നാളെ രാവിലെ 10 മണിക്ക് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കുന്നുണ്ട്. പൂർണ്ണതോതിൽ ചരക്ക് നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണാണ് ഇന്ന് തുടങ്ങുന്നത്. ചൈനയിൽ നിന്ന് എത്തിയ കണ്ടെയ്നറുകൾ അടുത്ത ദിവസങ്ങളിൽ തുറമുഖത്തെത്തുന്ന കപ്പലുകളിൽ മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകും. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തും. 3 മാസത്തിനുള്ളിൽ തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കും. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകുന്നത്. PPP മാതൃകയിൽ 7700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് ഇത്. വിഴിഞ്ഞത്തിൻ്റെ സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വമ്പൻ തുറമുഖ സാധ്യതകളിലേക്ക് പലരും വിരൽ ചൂണ്ടിയ വിഴിഞ്ഞം തീരത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് എത്തിയത്. 2015 തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒരു പതിറ്റാണ്ടിനിപ്പുറം യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ന് വിഴിഞ്ഞത്ത് എത്തുന്ന കപ്പലിനെ മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. നാളെ രാവിലെ മുഖ്യമന്ത്രിയാണ് ഔദ്യോഗിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. നാളെ നടക്കുന്ന ചടങ്ങിന് വമ്പൻ ജനാവലിയെ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിശിഷ്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വമ്പൻ സുരക്ഷാ സന്നാഹങ്ങളാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. തുറമുഖ ട്രസ്റ്റിൻ്റെ ട്രയൽ റൺ ആണ് ഇന്ന് തുടങ്ങുന്നത്. എന്നാൽ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായാണ് തുറമുഖത്ത് ട്രയൽ റൺ തുടങ്ങുന്നത്. ആദ്യമെത്തുന്ന കപ്പലിൽ നിന്നുള്ള 2000-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കും. കപ്പലിനുള്ളിലെ 400 കണ്ടെയ്നർ നീക്കങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനവും കപ്പൽ പ്രയോജനപ്പെടുത്തും. അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളും പിന്നാലെ എത്തും. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണതോതിൽ നടക്കും. വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള NSPC ക്ലിയറൻസ്, ISPAS കോഡ്, സുരക്ഷയ്ക്കായി പോർട്ട് ഫെസിലിറ്റി ഇൻ്റർനാഷണൽ കോഡ് എന്നിവ വിഴിഞ്ഞത്തിന് ലഭിച്ചു കഴിഞ്ഞു. പദ്ധതിക്കായുള്ള പോർട്ട് ഓപ്പറേഷൻ കെട്ടിടം, സബ്സ്റ്റേഷൻ, സെക്യൂരിറ്റി ബിൽഡിംഗ്, ഗേറ്റ് കോംപ്ലക്സ്, വർക്ക്ഷോപ്പ് കെട്ടിടം എന്നിവ നേരത്തെ തന്നെ തുറന്നു. ബ്രേക്ക് വാട്ടറിൻ്റെ 2960 മീറ്ററോളം പൂർത്തിയായി. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 600 മീറ്റർ കണ്ടെയ്നർ ബർത്ത് പ്രവർത്തനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. 600 മീറ്റർ പോർട്ട് അപ്രോച്ച് റോഡ് കമ്മീഷൻ ചെയ്തു. റോഡ് കണക്ടിവിറ്റിയുടെ ശേഷിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി എത്തുന്ന സാൻ ഫെർണാൻഡോ കപ്പൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റേതാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായാൽ ഉടൻ തന്നെ തങ്ങളുടെ കപ്പൽ വിഴിഞ്ഞത്ത് എത്തുമെന്ന് MSC കമ്പനിയുടെ പ്രതിനിധികളെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസിൻ്റെ ഓൺലൈൻ മാധ്യമമായ ET Infra റിപ്പോർട്ട് ചെയ്തു. മെസ്കിന് പിന്നാലെ MSCയുടെ കപ്പൽ കൂടി എത്തുന്നതോടെ ഔദ്യോഗികമായി വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിക്കും മുമ്പ് തന്നെ വിഴിഞ്ഞം ഹിറ്റാവുകയാണ്. MSCയുടെ കൂറ്റൻ മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ചെറുകപ്പലുകൾ വഴി മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെൻ്റാണ് വിഴിഞ്ഞത്ത് നടക്കുക. നിലവിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കൈമാറ്റത്തിനുള്ള അനുമതി മാത്രമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചിട്ടുള്ളത്. റെയിൽ, റോഡ് മാർഗം ചരക്ക് നീക്കത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്പനി വക്താക്കൾ വെളിപ്പെടുത്തി. ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖങ്ങളായ കൊളംബോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്കാണ് പ്രമുഖ കപ്പൽ കമ്പനികളെ പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് ആകർഷിച്ചത്. നിലവിൽ 4-5 ദിവസം കാത്തുകിടന്നാലാണ് ഈ 2 തുറമുഖങ്ങളിലും ചരക്കിറക്കാൻ സാധിക്കുക. ഇതും കപ്പൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വൻ ബാധ്യത വരുത്തുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം വിഴിഞ്ഞത്ത് സജ്ജമാവുന്നതോടെ ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ സാധ്യതകൾ മുതലെടുക്കാൻ കപ്പൽ കമ്പനികൾ ശ്രമിക്കുകയാണെന്നാണ് ഇത് നൽകുന്ന സൂചനകൾ. ബർത്തിൽ നിന്ന് 3 നോട്ടിക്കൽ മൈൽ അകലെ എത്തുന്ന കപ്പലിനെ ബർത്തിലേക്ക് എത്തിക്കുന്നതിനായി പൈലറ്റായി 4 ടഗ്ഗുകളുമുണ്ടാകും. ഒരു ടഗ് മുന്നിലും കപ്പലിൻ്റെ പിന്നിലും വശങ്ങളിലുമായിട്ട് 3 സ്റ്റേറ്റുകളുമാണ് ഉണ്ടാവുക. മുൻഭാഗത്തുള്ള ടഗ്ഗിനെയും കപ്പലിനെയും റോപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. കപ്പലിൻ്റെ എഞ്ചിൻ നിലച്ചു പോവുകയാണെങ്കിൽ കെട്ടിവലിക്കുന്നതിനാണ് ഇത്. പിന്നിലും വശങ്ങളിലുമുള്ള ടഗ്ഗുകളാണ് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കാനായി ക്യാപ്റ്റൻ നിർദ്ദേശിക്കുന്ന പൊസിഷൻ അനുസരിച്ച് തള്ളുകയും വലിക്കുകയും ചെയ്യുക. സാങ്കേതിക സംഘം കപ്പലിനെ ബൊള്ളാഡുകളിൽ കെട്ടി നിർത്തുകയും ചെയ്യും.